മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച ഹാസ്യ നടന്മാരിൽ ഒരാളാണ് സലീം കുമാർ. തൻ്റേതായ സംഭാഷണ ശൈലി കൊണ്ടും ഭാഷ കൊണ്ടും മലയാളികളെ ഇത്രയധികം പൊട്ടിച്ചിരിപ്പിച്ച മറ്റൊരു താരം അടുത്തെങ്ങും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം. ഇപ്പോഴിതാ നടൻ സലീം കുമാറിനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് സലീം കുമാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് താരം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ആശുപത്രി അധികൃതരോ കുടുംബാംഗങ്ങളോ പുറത്തുവിട്ടിട്ടില്ല. തനിക്ക് ലിവർ സിറോസിസ് എന്ന രോഗം വന്നത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി കിട്ടിയ അസുഖമാണെന്നും മുമ്പൊരിക്കൽ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഒരു ചായ പോലും കുടിക്കാത്ത തൻ്റെ സഹോദരനും ഇതേ അസുഖമായിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. കരൾ രോഗം മൂർച്ഛിച്ചതു കാരണം ലിവർ ട്രാൻസ്പ്ലാന്റേഷനും സലീം കുമാർ നടത്തിയിരുന്നു. മിമിക്രിയിലൂടെ മലയാള സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ച നടനാണ് സലീം കുമാർ. ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര ലോകത്ത് തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ചിരുന്നു താരം. ഹാസ്യ കഥാപാത്രങ്ങളെ മാത്രമല്ല സ്ട്രോങ് ആയ കഥാപാത്രങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച നടൻ കൂടിയാണ് അദ്ദേഹം. സന്ദേശം എന്ന സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ടാണ് സലീം കുമാർ മലയാള സിനിമയിലേക്ക് ചുവടുവെക്കുന്നത്. തുടർന്ന് ഇഷ്ടമാണ് 100 വട്ടം, മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ, അടുക്കള രഹസ്യം, അങ്ങാടിപ്പാട്ട് തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് കല്യാണരാമൻ, പട്ടണത്തിൽ സുന്ദരൻ, ഈ പറക്കും തളിക തുടങ്ങി ചിരിയുടെ മാലപ്പടക്കം തന്നെ തീർത്ത സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചു. ഇന്നും ട്രോളന്മാരുടെ പ്രിയപ്പെട്ട മീം മെറ്റീരിയൽ സലീം കുമാറിൻ്റെ കഥാപാത്രങ്ങൾ തന്നെയാണ്. നിലവിൽ സിനിമകളിൽ സജീവമായ നായകവേഷത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുകയാണെങ്കിലും ടെലിവിഷൻ ചാനലുകളിൽ പരിപാടികളിലും കോമഡി ഷോകളിലും അദ്ദേഹം ഒരു നിറസാന്നിധ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ചന്തുവും ഇപ്പോൾ സിനിമാ രംഗത്ത് സജീവമാണ്.